السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا ومولانا محمد. സ്നേഹം നിറഞ്ഞ പഠിതാക്കളെ, ഉസ്വത്തുൻ ഹസന ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെയാണ്, ചര്യകളെയാണ്, അധ്യാപനങ്ങളെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഏതൊരാളെ സംബന്ധിച്ചും അവൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുക എന്നത് അനിവാര്യമാണ്. ആരോഗ്യവാനായ മുഹിബായി, ആരോഗ്യമുള്ള ആശിഖായി നമ്മൾ മാറേണ്ടതുണ്ട്. അതിന് ചില തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾ നാം ശീലമാക്കേണ്ടതുണ്ട്. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഖലീഫയായ ആദ്യ വർഷത്തിൽ തന്നെ മിമ്പറിൽ കയറിക്കൊണ്ട് ഒരു ദീർഘമായ പ്രഭാഷണം നടത്തുകയാണ്. ആ പ്രസംഗത്തിനിടയിൽ സുമ്മ ബക്ക, പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, സലുല്ലാഹൽ ആഫിയ, നിങ്ങൾ അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കുക. ഫഇന്ന അഹദകും ലം യുഅത ബഅദൽ യഖീനി ഖൈറൻ മിനൽ ആഫിയ. അല്ലാഹു തആല നിങ്ങൾക്ക് ഹിദായത്ത്, ഈമാൻ നൽകിയതിന് ശേഷം പിന്നെ അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ അമൂല്യമായ സമ്പത്ത്, ഏറ്റവും അമൂല്യമായ നിധി എന്നുള്ളത് അത് ആഫിയത്താണ്, ആരോഗ്യമാണ്. അതുകൊണ്ട് സലുല്ലാഹൽ ആഫിയ, നിങ്ങൾ അല്ലാഹുവിനോട് ആഫിയത്തിന് നിരന്തരമായി ചോദിക്കുക. അഫുവും ആഫിയത്തും വളരെ പ്രധാനമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥനകളിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. നമ്മളെല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിൽ ഒരു ദിവസം പ്രാരംഭം കുറിക്കുന്ന സമയത്ത് ആ സുബഹിയുടെ ഖുനൂത്തിൽ അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്, അല്ലാഹുവേ എന്നെ നീ ഹിദായത്തിലാക്കണേ അല്ലാ എന്ന് നമ്മൾ ചോദിച്ചതിന് ശേഷം അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത് വഅഫിനി ഫീമൻ അഫൈത്, നീ ആഫിയത്ത് നൽകിയ ആളുകളെ കൂട്ടത്തിൽ എന്നെയും നീ ചേർക്കണേ അല്ലാ എന്നാണ് നമ്മൾ രണ്ടാമതായി ചോദിക്കുന്നത്. അള്ളാഹുവിനോട്, യജമാനനായ റബ്ബിനോട് ഹിദായത്തിനെ തേടിയതിൻ്റെ തൊട്ടു പിന്നാലെ അള്ളാഹുവിനോട് നമ്മൾ തേടുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തേടാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെട്ടത്, കൽപ്പിച്ചത്, ആജ്ഞിച്ചത് ആഫിയത്തിനെയാണ്. അപ്പം അത്രമേൽ പ്രധാനമാണ് ആഫിയത്ത് എന്നുള്ളത്. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവര് അക്കാലത്ത് ജീവിച്ചിരുന്ന ഒരാള് രോഗം കൊണ്ട് പ്രയാസപ്പെട്ട് പരീക്ഷണങ്ങളിൽ ആകെ തളർന്ന് ഈ ജീവിതമൊന്ന് അവസാനിച്ച് കിട്ടിയിരുന്നെങ്കിൽ, ഞാനൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഒരവസ്ഥയിലെത്തി. ഈ വിവരം സയ്യിദുന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അറിയുകയാണ്. മരണത്തെ കൊതിക്കുന്ന, മരണത്തെ ആഗ്രഹിക്കുന്ന അദ്ദേഹത്തെ കുറിച്ച് കേട്ടപ്പോൾ സയ്യിദുന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, ലാ തതമന്നൽ മൗത്ത്, ലാ തതമന്നൽ മൗത്ത്, നിങ്ങൾ മരണത്തെ കൊതിക്കരുത്, നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കരുത്. ഫഇന്നക മയ്യത്തുൻ, നിങ്ങൾ മരണത്തെ കൊതിച്ചാലും ഇല്ലെങ്കിലും ഇന്നോ നാളെയോ നിങ്ങൾ ഒരു മയ്യത്തായി തീരും, മരിക്കാനുള്ളതാണ്. അത് കൊതിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സമയമാകുമ്പോൾ, നേരമാകുമ്പോൾ, ആയുസ് തീരുമ്പോൾ നിങ്ങളൊക്കെ മയ്യത്താകും. വലാക്കിൻ, പക്ഷേ മരണത്തെ ഇങ്ങനെ കൊതിക്കുന്നതിനും പകരം വലാക്കിൻ സലില്ലാഹൽ ആഫിയ, നീ അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കുക. നിരന്തരമായി ആഫിയത്തിന് അള്ളാഹുവിനോട് തേടുക. ജീവിതത്തിൽ പ്രതീക്ഷയാണ് നമുക്ക് വേണ്ടത്. ഒരു ആശിഖനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഹിബിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയുടെ ജീവിതമാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു സംഭവം, ദഖല അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു വേള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, അലം ഉഖ്ബിറുക
അന്നക തഖൂമൽ ലൈൽ വതസൂമൻ നഹാർ. ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങൾ പകൽ മുഴുവനായി നോമ്പനുഷ്ഠിക്കുകയും രാത്രിയിൽ ഉറക്കൊഴിച്ചുകൊണ്ട് രാത്രി നിസ്കാരങ്ങൾ നിസ്കരിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫലാ തഫ്അൽ, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഖും, നിങ്ങൾ കുറച്ച് നേരം ഇബാദത്ത് ചെയ്യുക. വനം, നിങ്ങൾ കുറച്ച് നേരം ഉറങ്ങുക. വസും, നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക. വഫ്തിർ, നിങ്ങൾ എന്ത് ചെയ്യുക? നോമ്പ് മുറിക്കുക. അപ്പോൾ ചില ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുക, ചില ദിവസങ്ങളിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കാതിരിക്കുക, നോമ്പ് മുറിക്കുക. രാത്രി പൂർണ്ണമായി ഉറക്കൊഴിക്കാതെ രാത്രിയുടെ അല്പഭാഗം ഉറക്കിന് വേണ്ടി മാറ്റിവെക്കുക, അല്പഭാഗം ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കുക. എന്നാൽ കാരണം എന്താണ്? ഫഇന്ന ലിജസദിക അലൈക ഹഖ, തീർച്ചയായും നിന്റെ ശരീരത്തോട് നിനക്കൊരു കടമയുണ്ട്, നിനക്കൊരു ഹക്കുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. ഈ ഉപദേശം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നാളെ മഹ്ശറാവൻ സഭയിൽ ഹിസാബിന്റെ വേളയിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, നമ്മുടെ ഓരോ കാര്യവും എണ്ണി എണ്ണി തിട്ടപ്പെടുത്തി റബ്ബ് നമ്മോട് വിചാരണ ചെയ്യുന്ന, നമുക്ക് ഹിസാബ് ചെയ്യപ്പെടുന്ന ദിവസം. ആ ദിവസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന അവ്വലു മാ യുസ്അലു അൻഹു യൗമൽ ഖിയാമ അൻ യുഖാല ലഹു അലം നുസിഹ ലക ജിസ്മക വനുർവീക മിനൽ മാഇൽ ബാരിദ്. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങളെക്കുറിച്ച് ഹിസാബ് എടുക്കുമ്പോൾ, നിഅമത്തുകളെക്കുറിച്ച് ഹിസാബ് എടുക്കുമ്പോൾ ആദ്യം ചോദിക്കുക, അലം നുസിഹ ലക ജിസ്മക, നിന്റെ ശരീരത്തിന് നാം നല്ല ആരോഗ്യം തന്നില്ലയോ, നാം നല്ല സിഹത്ത് തന്നിരുന്നില്ലയോ, അത് നീ എന്ത് ചെയ്തു? വനുർവീക മിനൽ മാഇൽ ബാരിദ്, ശുദ്ധമായ നല്ല സ്വാദിഷ്ടകരമായ നല്ല തണുതണുത്ത പച്ചവെള്ളം ഞാൻ നിനക്ക് തന്നില്ലയോ, അതുകൊണ്ടൊക്കെ നീ എന്ത് ചെയ്തു? നിന്റെ ആരോഗ്യം നീ എങ്ങനെ ചെലവഴിച്ചു? നിന്റെ ആരോഗ്യം നീ എങ്ങനെ സംരക്ഷിച്ചു എന്ന് യജമാനനായ റബ്ബ് അനുഗ്രഹങ്ങളെ എണ്ണി എണ്ണി ചോദിക്കുമ്പോൾ, ഹിസാബ് ചെയ്യുമ്പോൾ ആദ്യം ചോദിക്കും, പ്രഥമമായി ചോദിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ ആഫിയത്തിനെ ശ്രദ്ധിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മോട് ആഫിയത്തിന്റെ വിഷയം ശ്രദ്ധിക്കാൻ ഏറെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഭേദം ആ രോഗം വരുന്നതിൻ്റെ മുമ്പേ അതിനെ പ്രിവെന്റ് ചെയ്യുക, അതിനെ ദഫ് ചെയ്യുക, പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അതാണ് തിരുസുന്നത്ത്, തിരുചര്യ എന്ന് നാം മനസ്സിലാക്കണം. ഒരു ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് ഇശാ കഴിഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ മദീനയിലേക്ക് വന്ന ഒരു അപരിചിതനായ അതിഥിയായ ഒരു ജൂതനെ കാണുകയാണ്. അയാൾക്ക് അന്നത്തെ രാത്രി കിടക്കാൻ വീടും സൗകര്യവും ആളും പരിചയക്കാരൊന്നും മദീനത്തില്ല. അദ്ദേഹം എങ്ങനെയോ മദീനത്ത് എത്തിപ്പെട്ടതാണ്. അദ്ദേഹം ആ മദീനത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ പള്ളിയിൽ നിന്ന് തൻ്റെ വീട്ടിലേക്ക് ഇശാ കഴിഞ്ഞ് പോകുന്ന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അപരിചിതനായ ജൂതനായ മനുഷ്യനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്, അന്നത്തെ ഗസ്റ്റായിട്ട്, അതിഥിയായിട്ട്. അയാൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ പോകുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി നന്നായി സൽക്കരിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നത്തെ രാത്രി ഭക്ഷണമായിട്ട്, ഡിന്നറായിട്ട്, സൽക്കാരത്തിൻ്റെ ഫുഡായിട്ട് ആ ജൂതന് കൊടുത്തത് പാലായിരുന്നു. ഒരു ഗ്ലാസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഗ്ലാസ് നിറയെ ആദ്യം പാലൊഴിച്ചു കൊടുത്തു. അദ്ദേഹം അത് കുടിച്ചു. ഇനി വേണമെന്ന് ചോദിച്ചു, വേണമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഗ്ലാസും അദ്ദേഹത്തിന് ഒഴിച്ചു കൊടുത്തു. മൂന്നാമത്തെ ഗ്ലാസും കൊടുത്തു. അങ്ങനെ 7 ഗ്ലാസ് പാലാണ് അദ്ദേഹം അന്ന് കുടിച്ചത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് കിടക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു. അദ്ദേഹം സന്തോഷത്തോടു കൂടെ കിടന്നുറങ്ങി. രാവിലെ അദ്ദേഹം എണീക്കുന്ന സമയത്ത് സൂര്യന്റെ പ്രകാശത്തിന്റെ ആ കിരണങ്ങൾ തൻ്റെ കണ്ണിലിങ്ങനെ തട്ടുമ്പോഴാണ് അദ്ദേഹം എണീക്കുന്നത്. അല്പം വൈകിയിട്ടുണ്ട്. കണ്ണു തുറന്നു നോക്കുമ്പോൾ കുളിക്കാൻ തനിക്ക് വേണ്ട മുണ്ടും തനിക്ക് വേണ്ട വെള്ളവുമൊക്കെയായി
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മുമ്പിൽ തന്നെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് പ്രഭാത സമയത്ത് ആരാധനകളും നിസ്കാരങ്ങളും മറ്റുമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കാതിരുന്നത്. ഞാൻ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് വരികയാണ്. നിങ്ങൾ കുറച്ച് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കാൻ വൈകിയത്. അതിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. എൻ്റെ കയ്യിൽ മുണ്ടുണ്ട്, നിങ്ങൾക്ക് കുളിക്കാനുള്ള സൗകര്യം വെള്ളമൊക്കെ ഒരുക്കിയിട്ടുണ്ട്, നിങ്ങൾ പോയി കുളിച്ചു വരും. അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. എന്ത് നല്ല സ്വഭാവം, എന്ത് നല്ല പെരുമാറ്റം, എന്ത് നല്ല ഹൃദയസ്പൃക്കായ, എന്ത് നല്ല പെരുമാറ്റമാണ്, സന്ദേശമാണ്, സ്വാന്തനമാണ്, സ്നേഹമാണ്, കരുതലാണ്, ആതിഥ്യ മര്യാദയാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ. അദ്ദേഹം കുളിച്ച് ഫ്രഷായി റാഹത്തിൽ വന്നിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാതൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന നിലക്ക് അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് പാല് കൊടുത്തു. അദ്ദേഹം സന്തോഷത്തോടെ അത് വാങ്ങിക്കുടിച്ചു. സന്തോഷത്തോടെ ആ പാല് കുടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് രണ്ടാമത്തെ ഗ്ലാസ് പാല് കൊടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ട നബിയെ, എനിക്ക് അങ്ങയെ വല്ലാതെ ഇഷ്ടപ്പെട്ടു, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുകയാണ്. അഷ്ഹദു അന്നക റസൂലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ മുഅ്മിന യഅകുലു ഫീ മിഅൻ വാഹിദ് വൽ കാഫിർ യഅകുലു ഫീ സബ്അത്തി അംആ. ഇപ്പോൾ നിങ്ങൾ മുഅ്മിനായിരിക്കുന്നു. എന്തേ കാരണം? ഒരു മുഅ്മിനായ മനുഷ്യൻ തൻ്റെ ഒരു പാത്രമാണ് നിറക്കുക, ഒരു പാത്രത്തിലേക്കുള്ള ഭക്ഷണമാണ് കഴിക്കുക. കാഫിറായ മനുഷ്യനോ യഅകുലു ഫീ സബ്അത്തി അംആ, അവൻ 7 പാത്രങ്ങൾ, 7 വയർ അവൻ നിറക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ രാത്രി കാഫിറായിരുന്നു, നിങ്ങൾ ഈമാനിലേക്ക് കടന്നു വന്നിട്ടില്ല. നിങ്ങൾക്ക് 7 ഗ്ലാസ് പാല് കുടിച്ചപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വിശപ്പ് ശമിച്ചത്, വിശപ്പ് അടങ്ങിയത്. രാവിലെ നിങ്ങൾക്ക് 1 ഗ്ലാസ് പാല് കൊണ്ട് നിങ്ങളെ വിശപ്പടങ്ങി. ഇതെന്താ കാരണം? ഒരു മുഅ്മിനായ മനുഷ്യൻ തൻ്റെ ഒരു പാത്രമാണ് നിറക്കുക, കാഫിറായ മനുഷ്യൻ തൻ്റെ 7 പാത്രം നിറക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമുക്ക് വലിയ പാഠമാണ്. തിരുനബിയെ നാം സ്നേഹിക്കുമ്പോൾ, നാം ഒരു മുഹിബ്ബാകുമ്പോൾ, നാം ഒരു ആഷിഖാകുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ ഭക്ഷണശീലങ്ങളെ, നമ്മുടെ ജീവിത ശൈലികളെ നാം ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഓരോ ചരിത്രങ്ങളിൽ നിന്നും നമുക്ക് വലിയ വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരോഗ്യം നിലനിൽക്കാനും റബ്ബിൻ്റെ തൃപ്തി കരസ്ഥമാക്കാനും എന്നും നിത്യമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഹദീസുകളിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു പോയിന്റായിട്ട് അവസാനമായി പരിചയപ്പെടുത്തുന്നത്. ഏതാണ് ആ പ്രാർത്ഥന? എൻ്റെ പഠിതാക്കൾ ഏറെ ശ്രദ്ധയോടെ കേൾക്കണം. അല്ലാഹുമ്മ ഇന്നക അഫൂൻ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ്ദീനി വദ്ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ്ദീനി വദ്ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൽ അഫ്വ, പൊറുക്കലിനെ, മാപ്പിനെ, കൃപയെ, വൽ ആഫിയത, ആഫിയത്തിനെയും ആരോഗ്യത്തെയും, ഫിദ്ദീനി വദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും നാളെ ആഖിറത്തിലും. ഈ പ്രാർത്ഥന നമ്മൾ പതിവാക്കണം. നമ്മുടെ ഡെയിലി ലൈഫിലെ 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും മറ്റ് സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും മറ്റുമൊക്കെയുള്ള പ്രാർത്ഥനകളിൽ ഈ ദുആയെ കൊണ്ടുവരണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ്ദീനി വദ്ദുനിയ വൽ ആഖിറ. പഠിതാക്കൾ എൻ്റെ കൂടെ, ഉസ്താദിൻ്റെ കൂടെ ഒന്ന് ഒരുമിച്ച് ചൊല്ലണേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ്ദീനി വദ്ദുനിയ വൽ ആഖിറ. ഈ പ്രാർത്ഥന എല്ലാവരും കാണാതെ പഠിച്ചു വെക്കുക, ജീവിതത്തിൽ ഹിഫ്ളാക്കുക, പതിവാക്കുക. ഈ പ്രാർത്ഥനയുടെ അഹ്ലുകാരായി മാറുക. ആശിക്കാകുമ്പോൾ ഇതൊക്കെ നാം ഏറെ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഫിയത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ ശരീരത്തിൻ്റെ ആഫിയത്ത് മരണം വരെ അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലും മഹബത്തിലുമായി അള്ളാഹു നിലനിർത്തി തരട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.